സ്ക്രാച്ച്, ഏറ്റവും വിസിബിൾ ആയിട്ടുള്ള സ്ക്രാച്ച് എവിടെ ആയിരിക്കും ഉണ്ടാവുന്നത്? ഷൈനിങ് സർഫസിലായിരിക്കും ഉണ്ടാവുന്നത്. നമുക്കറിയാം ഏറ്റവും കൂടുതൽ ഷൈനിങ് അപ്പിയറൻസ് ഉള്ള സർഫസ്, ഇപ്പൊ എസ്പെഷ്യലി ഗ്ലാസ്സിലായിരിക്കും നമുക്കൊരു സ്ക്രാച്ച് ഉണ്ടായാൽ പെട്ടെന്ന് കാണാൻ പറ്റുന്നത്. എന്നാൽ ഒരു വളരെ റഫ് സർഫസ് ആയിട്ടുള്ള ഒരു ബ്രിക്ക് എടുത്ത് വെച്ചിട്ട് നിങ്ങൾ അതിനകത്ത് ഒരു സ്ക്രാച്ച് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് അത് കാണാനൊക്കെ ഇല്ല, പെട്ടെന്ന് വിസിബിൾ. കാരണം എന്താണ്, ആ സർഫസിൽ വളരെയധികം ഇറഗുലാരിറ്റീസ് ഉണ്ട്. നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്ക്രാച്ച് ഈസിലി വിസിബിൾ അല്ല. ഇനി മൈക്രോ ഇന്റർഫെറോമീറ്റർ. എന്താ മൈക്രോ ഇന്റർഫെറോമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റർഫറൻസ് വഴി വർക്ക് ചെയ്യുന്ന ഒപ്റ്റിക്കൽ ഫ്ലാറ്റ്. ഒപ്റ്റിക്കൽ ഫ്ലാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ലെൻസസ് ആണ്. ഓക്കെ, ലെൻസ് ഒരു സർഫസിലേക്ക് ചരിച്ചു വെച്ചിട്ട് അവിടെ പാസ് ചെയ്യുന്ന ലൈറ്റിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇന്റർഫിയർ ചെയ്യുന്നു. ഇന്റർഫിയർ ചെയ്യാൻ വേണ്ടി ലൈറ്റ്, സെയിം സോഴ്സിൽ നിന്നുള്ള ലൈറ്റിനെ രണ്ട് ഡിഫറെന്റ് ഡിസ്റ്റൻസിലേക്ക് ട്രാവൽ ചെയ്യിക്കുന്നു. അപ്പോഴും സർഫസിൽ നമുക്ക് എന്ത് കിട്ടുന്നു? ഇന്റർഫറൻസ് ഫ്രിഞ്ചസ് കിട്ടുന്നു. അതിൽ നിന്നും ഒരു പരിധി വരെ നമുക്ക് എന്ത് ചെയ്യാം? സർഫസ് റഫ്നെസ് മെഷർ ചെയ്യാൻ പറ്റും. ഓക്കെ, സോറി. പിന്നെ സർഫസിന്റെ ഫോട്ടോ എടുത്തിട്ട് മൈക്രോസ്കോപ്പ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സോഫ്റ്റ്വെയറിൽ, ഡിജിറ്റൽ മൈക്രോസ്കോപ്പിൽ നമ്മൾ ഫോട്ടോ എടുത്തിട്ട് രണ്ട് ഫോട്ടോസ് തമ്മിൽ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സർഫസിന്റെ ഫിനിഷിനെ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. പിന്നീടോ റിഫ്ലക്റ്റഡ് ലൈറ്റ് ഇന്റൻസിറ്റി. ഇതൊക്കെ നമുക്കറിയാവുന്ന, ഒരു സർഫസിലേക്ക് ലൈറ്റ് ഫാൾ ചെയ്യുന്നു, അല്ല ലൈറ്റ് നമ്മൾ പ്രൊജക്ട് ചെയ്യുന്നു. അപ്പോൾ എവിടെ നിന്നാണോ കൂടുതൽ റിഫ്ലക്ഷൻ വന്നത് അതാണ് ബെറ്റർ സർഫസ്, അല്ലേ? ഷൈനിങ് സർഫസ്. ഓക്കെ, ഇതൊക്കെ നമുക്ക് അറിയാവുന്ന മെത്തേഡാണ്. പിന്നെ ഡൈനാമോമീറ്റർ നമുക്ക് ഉപയോഗിക്കാം. അതൊരു പെൻഡുലം ടൈപ്പ് ഡിവൈസ് ആണ്. അതിന്റെ ഡീറ്റെയിലോട്ട് നമ്മൾ പോകുന്നില്ല. ഓക്കെ, പിന്നെ നമുക്ക് ഡയറക്റ്റ് മെഷർമെന്റ് അല്ലെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് മെഷർമെന്റിനുള്ള എക്യുപ്മെന്റ് ഏതൊക്കെയാണ് നോക്കാം. അതാണ് സ്റ്റൈലസ് പ്രോബ് ഇൻസ്ട്രുമെന്റ്, രണ്ടാമത്തത് ടോംലിൻസൺ സർഫസ് മീറ്റർ, 3 പ്രൊഫൈലോമീറ്റർ, 4 ടെയ്ലർ ഹോബ്സൺ ടാലി സർഫ്. ഇതില് ഈ ടെയ്ലർ ഹോബ്സൺ ടാലി സർഫ് നമ്മളുടെ വർക്ക്ഷോപ്പിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് വർക്ക്ഷോപ്പിൽ പോയി അത് ജസ്റ്റ് കാണാം. അതിനകത്ത് ഒരു സാമ്പിളിലെ സർഫസ് സ്റ്റിഫ്നെസ് മെഷർ ചെയ്യാനുള്ള മെത്തേഡ് ഉണ്ട്. അതൊരു ഓട്ടോമേറ്റഡ് മെഷീനാണ്. നമ്മൾ സർഫസ് ചെക്ക് ചെയ്യാൻ അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി ചെക്ക് ചെയ്ത് ഔട്ട്പുട്ട് തരുന്ന മെഷീനാണ്. അതിൽ കൂടുതൽ വർക്കൊന്നും നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, അങ്ങനെ ഒരു മെഷീൻ, ഡയറക്റ്റ് മെഷർമെന്റിനുള്ള ഒരു മെഷീൻ നമ്മളുടെ വർക്ക്ഷോപ്പിൽ അവൈലബിൾ ആണ്. താല്പര്യമുള്ളവർ ഫ്രീ ടൈം കിട്ടുമ്പോൾ അവിടെ പോയി ആ എക്യുപ്മെന്റ് ഓപ്പറേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോ ഇൻസ്ട്രുമെന്റ് ആയിട്ട് നോക്കാം. സ്റ്റൈലസ് പ്രോബ് ഇൻസ്ട്രുമെന്റ്. സ്റ്റൈലസ് പ്രോബ്, എന്താ സ്റ്റൈലസും പ്രോബും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? സ്റ്റൈലസ് പ്രോബ് ഇൻസ്ട്രുമെന്റ്. അപ്പൊ സ്റ്റൈലസ് പ്രോബ് ഇൻസ്ട്രുമെന്റിന്റെ ഫിഗർ ജസ്റ്റ് നമുക്കൊന്ന് കാണാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു സ്റ്റൈലസ് പ്രോബ് ഇൻസ്ട്രുമെന്റ്. ഓക്കെ, ഈ ഒരു ഓബ്ജക്റ്റിനെ നമ്മൾ സർഫസിലൂടെ ജസ്റ്റ് മൂവ് ചെയ്യിക്കുന്നു. ഓക്കെ, അപ്പോൾ അതിന്റെ ഒരു സ്കിഡ് പ്ലേറ്റ് ഉണ്ട്, സ്കിഡ് പ്ലേറ്റ്. അതുപോലെ തന്നെ ഒരു സ്റ്റൈലസും അവൈലബിൾ. ഓക്കെ, സ്റ്റൈലസ് എന്ന് പറഞ്ഞാൽ അറിയാം, ഒരു പെൻ ലൈക്ക് പ്രൊജക്ഷൻ. അതിന്റെ അറ്റത്തൊരു പ്രോബ് കൂടി കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഒരു പ്രോബ് കൂടി നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ഒരു സ്കിഡ് പ്ലേറ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ സ്കിഡ് പ്ലേറ്റ് എപ്പോഴും എന്തായിട്ട് ആക്ട് ചെയ്യും? ഒരു റെഫറൻസ് ആയിട്ട് ആക്ട് ചെയ്യും. ഇതിനെ നമ്മൾ സർഫസിന് മുകളിലൂടെ ജസ്റ്റ് റബ്ബ് ചെയ്യുക ചെയ്യുന്നത്. അപ്പോൾ ഈ സ്കിഡ് പ്ലേറ്റ് ഒരു റെഫറൻസ് ആയിട്ട് ആക്ട് ചെയ്യും. സ്റ്റൈലസ് എന്തോ ആയിട്ട് ആക്ട് ചെയ്യുന്നു? മെഷറിംഗ് പോയിന്റ് ആയിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ ഈ സ്കിഡ് പ്ലേറ്റിനെ ബേസ് ചെയ്ത് ഈ സ്റ്റൈലസിന് എത്രമാത്രം ഡിഫ്ലക്ഷൻ ഉണ്ടാകുന്നു, അപ്പ് ആൻഡ് ഡൗൺ ഡിഫ്ലക്ഷൻ, ഓക്കെ, അതിനെ നമുക്ക് എന്ത് ചെയ്യാം? ആംപ്ലിഫൈ ചെയ്യാം, മാഗ്നിഫൈ ചെയ്യാം. അതിനെ ആംപ്ലിഫൈ ചെയ്തിട്ട് ഒരു പേപ്പറിലേക്ക്, ട്രേസിംഗ് പേപ്പറിലേക്ക് നമുക്ക് അതിനെ പ്ലോട്ട് ചെയ്യാം. വെർട്ടിക്കൽ മൂവ്മെന്റ് ഓഫ് ദ സ്റ്റൈലസ് ക്യാൻ ബി പ്ലോട്ടഡ് ആൻഡ് ഇറ്റ് ക്യാൻ ബി അനലൈസ്ഡ്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ സ്റ്റൈലസിന്റെ മുന്നോട്ടോ മുകളിലേക്കും താഴേക്കുള്ള മൂവ്മെന്റിനെ നമുക്ക് റെക്കോർഡ് ചെയ്യാം. എന്നിട്ട് നമുക്കൊരു ഗ്രാഫിക് പേപ്പറിൽ അതിന്റെ റിസൾട്ട് ഒബ്റ്റെയിൻ ചെയ്യാം. എന്നിട്ട് അതിൽ നമ്മൾ പറഞ്ഞ RA വാല്യൂ, അല്ലേ, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ RA വാല്യൂ, RZ വാല്യൂ, ഓക്കെ, RT വാല്യൂ ഒക്കെ നമുക്ക് അതിൽ മെഷർ ചെയ്യാൻ പറ്റും. അതാണ് എന്ത്? സ്റ്റൈലസ് പ്രോബ് മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ റഫ്നെസ്സുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള പല പാരാമീറ്റേഴ്സ് ഉണ്ട്. ഏതല്ലേ? ഓക്കെ, അതുപോലെ തന്നെ ഫ്ലോസ്, ഓക്കെ, പിന്നീട് അങ്ങനെയുള്ള എല്ലാ പാരാമീറ്റേഴ്സും, റഫ്നെസ് ഹൈറ്റ്, റഫ്നെസ് വിഡ്ത്ത്, ഇതൊക്കെ നമുക്ക് ഇത് ഉപയോഗിച്ച് നമുക്ക് ഈ സ്റ്റൈലസ് പ്രോബ് ഇൻസ്ട്രുമെന്റ് ഉപയോഗിച്ച് മെഷർ ചെയ്യാം. പിന്നെന്താണ് ഇതിന്റെ മറ്റൊരു പ്രത്യേകത? സർഫസിലൂടെ നമ്മൾ റബ്ബ് ചെയ്യേണ്ടതായിട്ട് ആവശ്യമുണ്ട്. അതുകൊണ്ട് വളരെ ഫ്രജൈൽ ആയിട്ടുള്ള മെറ്റീരിയൽ ഇപ്പൊ അലൂമിനിയം ഫോയിൽ പേപ്പർ, അതിന്റെ കേസിൽ നമുക്ക് സർഫസ് റഫ്നെസ് മെഷർ ചെയ്യാൻ പറ്റുമോ? ഇല്ല, കാരണം ഫോയിൽ പേപ്പർ വളരെ പെട്ടെന്ന് ഡാമേജ് ആയിട്ട് പോകും, അല്ലേ? അതുപോലെ തന്നെ ഇതിന്റെ കോസ്റ്റ് കൂടുതലാണ്. അത് ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് ട്രെയിനിങ് വേണം. ഓപ്പറേറ്റർ അത് എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യുന്നതെന്ന് അറിഞ്ഞിരിക്കണം. അതാണ് ഈ സ്റ്റൈലസ് പ്രോബ് ഇൻസ്ട്രുമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇവിടെ ഇത്രയേ ഉള്ളൂ. സ്റ്റൈലസിന്റെ അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെന്റിനെ
വോൾട്ടേജ് സിഗ്നലായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ആ വോൾട്ടേജ് സിഗ്നലിനെ ഉപയോഗിച്ച് നമ്മൾ ഒരു ഗ്രാഫ് പ്ലോട്ട് ചെയ്യുന്നു. ഒരു പെൻ വിത്ത് എ പേപ്പർ, അതൊരു ഗ്രാഫ് പ്ലോട്ട് ചെയ്യും. ആ ഗ്രാഫിൽ നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ H1, H2, H3 ഹൈറ്റ് എല്ലാം മെഷർ ചെയ്തിട്ട് അതിന്റെ റൂട്ട് മീൻ സ്ക്വയർ ഒക്കെ എടുക്കുന്നു. അത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ RA വാല്യൂ, അതിന്റെ എല്ലാം കമ്പ്യൂട്ടേഷൻ മെത്തേഡ്സ് നമ്മൾ ഫോളോ ചെയ്യുന്നു. രണ്ടാമത്തെയാണ് ടോം ലിൻസൺ സർഫസ് മീറ്റർ. ടോം ലിൻസൺ സർഫസ് മീറ്റർ. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു ഫിഗർ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ ഒരു പെൻ ലൈക്ക് സ്ട്രക്ചർ ഉണ്ട്. ഏതാണ് ഒരു പെൻ ലൈക്ക് സ്ട്രക്ചർ? ഈ കാണുന്നതാണ് ഈ പെൻ ലൈക്ക് സ്ട്രക്ചർ. ഓക്കെ, ഇത് നമ്മളുടെ ഇതിനൊരു ടിപ്പ് ഉണ്ട്. ഈ ടിപ്പ് നമ്മളുടെ വർക്ക് പീസിലേക്ക് ടച്ച് ചെയ്തിരിക്കുകയാണ്. ഇതാണ് വർക്ക് പീസിന്റെ സർഫസിൽ ഉണ്ടായിരിക്കുന്ന ഇറഗുലാരിറ്റീസ്, അവിടെ ടച്ച് ചെയ്തിരിക്കുകയാണ്. കൂടാതെ അതിനായിട്ട് അസോസിയേറ്റ് ചെയ്ത് ഒരു സ്കിഡ് പ്ലേറ്റ് കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സ്കിഡ് പ്ലേറ്റ് എപ്പോഴും നമ്മളുടെ സർഫസിനെ ഒരു റെഫറൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്നു. കാരണം സ്കിഡ് പ്ലേറ്റ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, അത് ഇറഗുലാരിറ്റീസിന്റെ മുകളിലൂടെ തെന്നി നീങ്ങുന്ന ഒരു പാർട്ടാണ്. ഇറഗുലാരിറ്റീസിന്റെ മുകളിലൂടെ തെന്നി നീങ്ങുന്ന ഒരു പാർട്ടാണ്. നിങ്ങൾ ഇവിടെ ഈ ഫിഗർ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ഇറഗുലാരിറ്റീസിന് മുകളിലൂടെ തെന്നി നീങ്ങുന്ന ഒരു പാർട്ടാണ്. അപ്പൊ ഇവിടെ ഈ സ്കിഡ് പ്ലേറ്റും ഈ ഡയമണ്ട് പ്രോബാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ഒരു ഡയമണ്ട് പ്രോബ്. ഈ പാർട്ട്, ഈ പെൻ ലൈക്ക് സ്ട്രക്ചറിന്, ഓക്കെ, അല്ലെങ്കിൽ ഇതിനെ സ്റ്റൈലസ് നമ്മൾ പറയുന്നു, ഇതിന് മുകളിലേക്കും താഴേക്കും മൂവ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉണ്ട്. ഓക്കെ, മുകളിലേക്കും താഴേക്കും മൂവ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉണ്ട്. അപ്പൊ സർഫസിന് ഇറഗുലാരിറ്റീസ് ഉണ്ടെങ്കിൽ ഇതിന് വെർട്ടിക്കൽ മോഷൻ ഉണ്ടായിരിക്കും. ഈ പ്ലേറ്റിന് വെർട്ടിക്കൽ മോഷൻ ഉണ്ടായിരിക്കും. അതുവഴി എന്തായിരിക്കും സംഭവിക്കുന്നത്? ഇതിന്റെ സൈഡിൽ കണക്ട് ചെയ്തിരിക്കുന്ന ഒരു റോളർ, ഇതിന്റെ സൈഡിൽ കണക്ട് ചെയ്തിരിക്കുന്ന റോളർ റൊട്ടേറ്റ് ചെയ്യും. ഇതിന്റെ സൈഡിൽ കണക്ട് ചെയ്തിരിക്കുന്ന ഒരു റോളർ ഉണ്ട്. ഈ റോളർ എന്ത് ചെയ്യുന്നു? റൊട്ടേറ്റ് ചെയ്യുന്നു. ഈ റോളർ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഈ റോളറുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ഒരു ആം, ഇവിടെ ആം എന്ന് പറയുന്ന ഒരു പാർട്ട് ഉണ്ട്. ഈ ആം മൂവ് ചെയ്യുന്നു. ഓക്കെ, ഈ ആം മൂവ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു പേപ്പർ വെച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഗ്ലാസ് ഡിസ്ക് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ആമിന്റെ ടിപ്പ് ഈ ഗ്ലാസ്സിൽ എന്ത് ക്രിയേറ്റ് ചെയ്യുന്നു? മാർക്കിങ്സ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. ഓക്കെ, മാർക്കിങ്സ് ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഉണ്ടായിരിക്കുന്ന മൈന്യൂട്ട് ഡീവിയേഷൻസിനെ ഈ വെർട്ടിക്കൽ മൂവ്മെന്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അതിനെ ഒരു റോട്ടറി മൂവ്മെന്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. റോട്ടറി മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ അറിയാം, ഇവിടെ ഒരു റോട്ടറി മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ മനസ്സിലാവും, ഇവിടെ ഒരു സിലിണ്ടർ ആണ് ടച്ച് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സിലിണ്ടർ, ഈ സിലിണ്ടർ റൊട്ടേറ്റ് ചെയ്യും. ഓക്കെ, സിലിണ്ടർ റൊട്ടേറ്റ് ചെയ്യും. അതുവഴി ഈ ആം റൊട്ടേറ്റ് ചെയ്യും. ഓക്കെ, ഈ ആമിന്റെ ടിപ്പാണ് എന്ത് ചെയ്യുന്നത്? ഒരു ഗ്രാഫ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. ഓക്കെ, സോ ഈ ഗ്രാഫിനെ നമ്മൾ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ, ദാറ്റ് ഗ്രാഫ് ഈസ് ആൻ ആംപ്ലിഫൈഡ് വെർഷൻ ഓഫ് ദ ഇറഗുലാരിറ്റീസ് ഓഫ് ദ സർഫസ്. സർഫസ് ഇറഗുലാരിറ്റീസിന്റെ ആംപ്ലിഫൈഡ് വെർഷൻ ആയിരിക്കും. സോറി, സർഫസിൽ ഇറഗുലാരിറ്റീസിന്റെ ആംപ്ലിഫൈഡ് വെർഷൻ ആയിരിക്കും നമ്മൾ ഇവിടെ കാണുന്നത്. ഓക്കെ, ഇനി ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു സ്പ്രിംഗ് അറേഞ്ച്മെന്റ് കാണാം. എന്തിനാണ് ഈ സ്പ്രിംഗ് അറേഞ്ച്മെന്റ് കൊടുത്തിരിക്കുന്നത്? ഈ വെർട്ടിക്കൽ സ്റ്റൈലസിനെ പുള്ളി ചെയ്ത് നിർത്താൻ വേണ്ടി, അല്ലെ? ഈ സിലിണ്ടറിലേക്ക് പുള്ളി ചെയ്ത് നിർത്താൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? ഈ സ്പ്രിംഗ് അറേഞ്ച്മെന്റ് ഉപയോഗിക്കുന്നത്. ഓക്കെ, സോ ഇറ്റ് ഈസ് എ വെർട്ടിക്കൽ സ്റ്റൈലസ് എന്ന് പറയുന്ന സംഭവം ഒരു സ്പ്രിംഗ് ലോഡഡ് പാർട്ടാണ്. ഓക്കെ, സോ അത് നമ്മളുടെ സിലിണ്ടറിലേക്ക് എന്ത് ചെയ്യുക? പ്രസ് ചെയ്തിരിക്കുകയാണ്. സോ വെർട്ടിക്കൽ മൂവ്മെന്റിനെ റോട്ടറി മോഷൻ ആയിട്ട് ഇവിടെ കൺവേർട്ട് ചെയ്യുന്നു. വെർട്ടിക്കൽ മോഷനെ ഇവിടെ റോട്ടറി മോഷൻ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അതുവഴിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ഒരു നീഡിൽ മൂവ്മെന്റ് അല്ലെങ്കിൽ ആം മൂവ്മെന്റ് കിട്ടുന്നത്. അങ്ങനെയാണ് നമ്മൾ ഈ പാർട്ട് ഉപയോഗിച്ച് സർഫസിലെ മോഷൻ പ്രെഡിക്റ്റ് ചെയ്യുന്നത്, അല്ലെ മോഷൻ പ്ലോട്ട് ചെയ്യുന്നത്. ഓക്കെ, സോ സർഫസിൽ ഇറഗുലാരിറ്റീസ് ഉണ്ടെങ്കിൽ അതിനെ ആംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ ആം കൊടുത്തിരിക്കുന്നത്. ഈ ആമിന്റെ ലെങ്ത് വളരെ കൂടുതലാണ്. ആമിന്റെ ലെങ്ത് കുറയും തോറും എന്ത് സംഭവിക്കുന്നു? ആംപ്ലിഫിക്കേഷൻ കുറഞ്ഞുകൊണ്ടിരിക്കും. എന്നാൽ ആമിന്റെ ലെങ്ത് കൂടും തോറും നമുക്ക് കിട്ടുന്ന ഗ്രാഫില് വലിപ്പം കൂടിക്കൊണ്ടിരിക്കും. ഓക്കെ, ആസ് വെൽ ആസ് സിലിണ്ടറിന്റെ ഡയമീറ്റർ കുറവാണെങ്കിൽ എന്തായിരിക്കും? മൂവ്മെന്റ് കുറവായിരിക്കും. സിലിണ്ടറിന്റെ ഡയമീറ്റർ അല്പം കൺസിഡറബിൾ ആണെങ്കിൽ മാത്രമേ ആമിന്റെ മൂവ്മെന്റ് സിലിണ്ടറിലേക്ക് കൺവേർട്ട് ചെയ്യത്തുള്ളൂ. ഇപ്പോൾ ഈ കാണുന്ന ഫിഗറിൽ നിന്ന് ഒരു ടോം ലിൻസൺ സർഫസ് മീറ്ററിന്റെ ബേസിക് വർക്കിംഗ് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. ഓക്കെ, സോ നമുക്ക് ഈ ബോഡി മൊത്തത്തിൽ ഇതിനെ മൂവ് ചെയ്യിക്കാം. മൂവ് ചെയ്യിക്കുമ്പോൾ ഈ സ്കിഡ് പ്ലേറ്റും
ഈ ഡയമണ്ട് പ്രോബും കൂടി സർഫസിൽ ഇറഗുലാരിറ്റീസിനെ പ്ലോട്ട് ചെയ്യുന്നു. ഓക്കെ, സോ ദിസ് ഈസ് കോൾഡ്. ഇപ്പോൾ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഡയമണ്ട് പ്രോബ് ആണ് ഇവിടെ ഉപയോഗിക്കുന്നത്. സ്റ്റൈലസിന്റെ ഏറ്റവും എൻഡിൽ ഉപയോഗിക്കുന്ന പ്രോബ്. പ്രോബ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഏതെങ്കിലും ഒരു സർഫസിൽ കോണ്ടാക്ട് ചെയ്തിരിക്കുന്ന പാർട്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രോബ് എന്ന് പറയുന്നത് അല്ലേ? അത് ഡാമേജ് ചെയ്ത് പോകാൻ സാധ്യതയുണ്ട്. കാരണം എന്താ? സർഫസിൽ റബ്ബ് ചെയ്യുമ്പോൾ വിയർ ആൻഡ് ടിയർ ഉണ്ടാവുന്നുണ്ട്, ഫ്രിക്ഷൻ ഉണ്ടാവുന്നുണ്ട് അല്ലേ? ടിപ്പ് ഡാമേജ് ചെയ്ത് പോകാനുള്ള സാധ്യതയുണ്ട്. അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മളവിടെ ഡയമണ്ട് ടിപ്പ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇനി മൂന്നാമത്തതാണ് പ്രൊഫൈലോമീറ്റർ. പ്രൊഫൈലോമീറ്റർ എന്താ? പ്രൊഫൈലോമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു റെക്കോർഡിംഗ് ഇൻസ്ട്രുമെന്റ് ആണ്. അത് വർക്ക് ചെയ്യുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ഉപയോഗിച്ചാണ് വർക്ക് ചെയ്യുന്നത്. ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഒരു വർക്ക് പീസ് കാണാം. ഓക്കെ, ഈ വർക്ക് പീസ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അതിന്റെ മുകളിലൂടെ ആ സർഫസിന്റെ അതിന്റെ ടോപ്പ് സർഫസിന് മുകളിലൂടെ ഒരു സ്റ്റൈലസ് മൂവ് ചെയ്യുന്നതായിട്ട് കാണാം. അതിന്റെ ടോപ്പ് സർഫസിന് മുകളിലൂടെ ഒരു സ്റ്റൈലസ് മൂവ് ചെയ്യുന്നു. ദിസ് ഈസ് ദി സ്റ്റൈലസ്. ഓക്കെ, അപ്പൊ സർഫസിൽ എന്തെങ്കിലും ഇറഗുലാരിറ്റീസ് ഉണ്ടെങ്കിൽ അതിനെ വെർട്ടിക്കൽ മോഷനായിട്ട് കൺവേർട്ട് ചെയ്യാൻ ഈ സ്റ്റൈലസും അതിന്റെ ടിപ്പിലുള്ള പ്രോബും സഹായിക്കുന്നു. ഓക്കെ, ഇത് വെർട്ടിക്കലി മൂവ് ചെയ്യുന്ന എവിടെയാണ്? ഒരു ഇൻഡക്ഷൻ കോയിലിനകത്താണ്. ഒരു ഇൻഡക്ഷൻ കോയിലിന് അകത്താണ് ഇത് മൂവ് ചെയ്യുന്നത്. ഓക്കെ, ഇത് മൂവ് ചെയ്യുന്നത് ഇൻഡക്ഷൻ കോയിലിനകത്താണ്. എന്ന് വെച്ചാൽ കോയിലിനകത്ത് ഒരു പാർട്ട് മൂവ് ചെയ്യുന്നു, അതുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് എന്തുണ്ട്? ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. അപ്പൊ മാഗ്നറ്റിക് ഫ്ലക്സ് ലൈൻസിനെ ഒരു ഇൻഡക്ഷൻ കോയിൽ കട്ട് ചെയ്യുന്നു, അതുവഴി ഒരു EMF ജനറേറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ വെർട്ടിക്കൽ മൂവ്മെന്റ് എത്രമാത്രം ആംപ്ലിറ്റ്യൂഡ് കൂടിയതാണോ അതിനനുസരിച്ചുള്ള ഒരു EMF ആയിരിക്കും ജനറേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ അങ്ങനെ നിങ്ങൾക്ക് ഒരു സർഫസിൽ ഇറഗുലാരിറ്റീസിനെ വെർട്ടിക്കൽ മോഷനായിട്ട് കൺവേർട്ട് ചെയ്യാം. ഈ വെർട്ടിക്കൽ മോഷനെ വോൾട്ടേജ് സിഗ്നലായിട്ട് കൺവേർട്ട് ചെയ്യാം. ഈ വോൾട്ടേജ് സിഗ്നലിനെ നമുക്ക് എന്ത് ചെയ്യാം? ഈ വോൾട്ടേജ് സിഗ്നലിനെ നമുക്ക് പ്ലോട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, വോൾട്ടേജ് സിഗ്നൽ റെക്കോർഡ് ചെയ്യാം, അല്ലെങ്കിൽ അത് ഉപയോഗിച്ച് ഒരു നീഡിലിനെ മൂവ് ചെയ്ത് ഒരു ഗ്രാഫ് നമുക്ക് പ്ലോട്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, സോ ഈ ഒരു അറേഞ്ച്മെന്റ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് ഒരു പെർമനന്റ് മാഗ്നറ്റ് ഉണ്ട്. പെർമനന്റ് മാഗ്നറ്റ് എന്താ ചെയ്യുന്നത്? മാഗ്നറ്റിക് ഫ്ലക്സ് ലൈൻസ് കൊടുത്തിട്ടുണ്ട്. ആ മാഗ്നറ്റിക് ഫീൽഡിലുള്ള ഫ്ലക്സ് ലൈൻസിനെ നമ്മളുടെ കണ്ടക്ടർ കട്ട് ചെയ്യുന്നു. കട്ട് ചെയ്യുമ്പോൾ അതിൽ ഒരു EMF ജനറേറ്റ് ചെയ്യുന്നു. ഓക്കെ, EMF will be generated. ഇനി അവസാനമായിട്ട് നമുക്ക് പഠിക്കാനുള്ളതാണ് ടെയ്ലർ ഹോബ്സൺ ടാലി സർഫ്. ടാലി സർഫസ് അല്ലെങ്കിൽ ടാലി സർഫ് അല്ലെങ്കിൽ ടെയ്ലർ ഹോബ്സൺ ടാലി സർഫ്. ഓക്കെ, ടെയ്ലർ ഹോബ്സൺ ഡിവൈസ് ആണ്. ഓക്കെ, ടെയ്ലർ ഹോബ്സൺ യൂഷ്വലി ഇതാണ് എപ്പോഴും ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന എന്താണ്? സർഫസ് പ്രൊഫൈലോമീറ്റർ അല്ലെങ്കിൽ സർഫസ് മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്. ഓക്കെ, സർഫസ് ഫിനിഷ് മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്. അപ്പോൾ ഇത് ബേസിക്കലി ഇതിൽ എന്താണുള്ളതെന്ന് ചോദിച്ചാൽ ഒരു വീസ്റ്റോൺ ബ്രിഡ്ജ് ആണ്. എന്താ വീസ്റ്റോൺ ബ്രിഡ്ജിന്റെ പ്രത്യേകത? അതിൽ 4 കോയിൽസ് ഉണ്ടായിരിക്കും. നിങ്ങളത് എനിക്ക് തോന്നുന്നു എഞ്ചിനീയറിംഗ് ഫസ്റ്റ് ഇയർ ഇലക്ട്രിക്കലിൽ പഠിച്ചതായിരിക്കും വീസ്റ്റോൺ ബ്രിഡ്ജ്. അതുപോലെ എനിക്ക് തോന്നുന്നു ഹൈസ്കൂളിൽ നമുക്കിത് പഠിക്കാനുണ്ട്. അപ്പോൾ ഇതിൽ വീസ്റ്റോൺ ബ്രിഡ്ജിൽ 4 കോയിൽസ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ റെസിസ്റ്റേഴ്സ് ഉണ്ടായിരിക്കും. ഇപ്പോൾ ഏതെങ്കിലും ഒരു റെസിസ്റ്ററിൽ ഇംബാലൻസ് വരുന്നുണ്ടെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു വോൾട്ടേജ് ഔട്ട്പുട്ടിൽ ജനറേറ്റ് ചെയ്യും, അല്ലെങ്കിൽ ആ ഇംബാലൻസിനെ റെക്കോർഡ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഈ വീസ്റ്റോൺ ബ്രിഡ്ജിന്റെ ഏതെങ്കിലും ഒരു കോയിലിലേക്ക് നമ്മൾ എന്ത് കണക്ട് ചെയ്യുന്നു? റെസിസ്റ്റൻസ്, അല്ലെങ്കിൽ ആ കോയിലിന്റെ റെസിസ്റ്റൻസ് ചേഞ്ച് ചെയ്യുന്ന രീതിയിൽ നമ്മളുടെ സ്റ്റൈലസ് പ്രോബ് കണക്ട് ചെയ്യുന്നു. ഓക്കെ, ഈ സ്റ്റൈലസ് പ്രോബ് ഈ വീസ്റ്റോൺ ബ്രിഡ്ജിൽ ഒരു ഇംബാലൻസ് ക്രിയേറ്റ് ചെയ്യുന്നു, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഔട്ട്പുട്ട് വോൾട്ടേജ് ജനറേറ്റ് ചെയ്യുന്നു. ആ വോൾട്ടേജിനെ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ വീസ്റ്റോൺ ബ്രിഡ്ജിന്റെ ഏതെങ്കിലും ഒരു റെസിസ്റ്റൻസിന് അല്ലെ റെസിസ്റ്റർ, ഓക്കെ, അതിന്റെ റെസിസ്റ്റൻസിൽ ഫ്ലക്ച്വേഷൻ വരത്തക്ക രീതിയിൽ നമ്മുടെ സ്റ്റൈലസ് പ്രോബിനെ ഉപയോഗിക്കുന്നു. ഓക്കെ, സ്റ്റൈലസ് പ്രോബ് സർഫസിന് മുകളിലൂടെ മൂവ് ചെയ്യുമ്പോഴത്തേന് എന്ത് ചെയ്യുന്നു? അവിടെ ഒരു ചേഞ്ച് ഇൻ റെസിസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യുന്നു നമ്മുടെ വീസ്റ്റോൺ ബ്രിഡ്ജ്. അത് ഉപയോഗിച്ചാണ് ഇത് വർക്ക് ചെയ്യുന്നത്, ഈ ഡിവൈസ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, സോ it works on a carrier modulating principle, very accurate method for comparing with when comparing to other methods. Okay, സോ ഇതിലും ഒരു നമ്മൾ ഡയമണ്ട് സ്റ്റൈലസും ഒരു സ്കിഡ് പ്ലേറ്റ് ഉപയോഗിക്കുന്നു. അപ്പൊ സ്കിഡ് പ്ലേറ്റ് എന്തിനാ ഉപയോഗിക്കുന്നത്? സ്കിഡ് പ്ലേറ്റ് ആണ് റെഫറൻസ്. അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മളുടെ പ്രോബ് അല്ലെങ്കിൽ സ്റ്റൈലസ് മുകളിലേക്കും താഴേക്കും മൂവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ പ്രോബിന്റെ മൂവ്മെന്റിനെ എന്തായിട്ട് കൺവേർട്ട് ചെയ്യുന്നു? വീസ്റ്റോൺ ബ്രിഡ്ജിലെ ഇലക്ട്രിക് കറണ്ട് ആയിട്ട്
കൺവേർട്ട് ചെയ്യുന്നു. അപ്പോൾ സർഫസിൽ ഇറഗുലാരിറ്റീസിനെ ട്രേസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരു പ്രോബ് ഉപയോഗിക്കുന്നു. പ്രോബിന്റെ അല്ലെങ്കിൽ പ്രോബ് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന സ്റ്റൈലസിന്റെ വെർട്ടിക്കൽ മൂവ്മെന്റിനെ എന്ത് ചെയ്യുന്നു, അതിനെ ആംപ്ലിഫൈ ചെയ്ത് നമുക്ക് വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജിലൂടെ ഒരു കറന്റ് സിഗ്നൽ ആയിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, സോ ഇതാണ് ടെയ്ലർ ടോപ്സൺ ടാലി സർ. ഓക്കെ, സോ ഈ പറഞ്ഞിരിക്കുന്ന 4 ഡിവൈസ് ഉപയോഗിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സർഫസ് റഫ്നെസ് മെഷർ ചെയ്യുന്നത്. കൂടാതെ ക്വാളിറ്റേറ്റീവ് മെത്തേഡ്സ് നമുക്ക് അവൈലബിൾ ആണ്. ക്വാളിറ്റേറ്റീവ് മെത്തേഡ്സ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്സ്. സോ ഇതിലെ ഈ 4 ഇൻസ്ട്രുമെന്റിൽ ഏത് വേണമെങ്കിലും ചോദിക്കാൻ സാധ്യതയുണ്ട്. ടാലി സർഫ്, പ്രൊഫൈലോമീറ്റർ, ഓക്കെ, അതുപോലെ തന്നെ സർഫസ് ടോംലിൻസൺ സർഫസ് മീറ്റർ, അതുപോലെ തന്നെ സ്റ്റൈലസ് പ്രോബ് എക്യുപ്മെന്റ്. ഏത് വേണമെങ്കിലും എന്താണ് സർഫസ് റഫ്നെസ് മെഷർമെന്റിന് ഉപയോഗിക്കാൻ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ഓക്കെ, സോ ആ ടോപ്പിക്ക് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഇനി ഒരു ടോപ്പിക് കൂടെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളത് ഒപ്റ്റിക്കൽ മൈക്രോസ്കോപ്പ് ആണ്. നിങ്ങൾ കേട്ടിട്ടുള്ള ടേം ആയിരിക്കും ഒപ്റ്റിക്കൽ മൈക്രോസ്കോപ്പ്. എന്താണ് ഈ ഒപ്റ്റിക്കൽ മൈക്രോസ്കോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? മൈക്രോസ്കോപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്, എന്തിനു ഉപയോഗിക്കുന്ന ഡിവൈസ് ആണ്? സോറി, മൈക്രോസ്കോപ്പ് എന്തിനു ഉപയോഗിക്കുന്ന ഡിവൈസ് ആണ്? മാനസ പറഞ്ഞോളൂ. മൈക്രോസ്കോപ്പ് എന്തിനു ഉപയോഗിക്കുന്നതാ? ക്ലാസ്സിലെങ്ങും ഇല്ലേ? ആ, എന്തിനാ ഉപയോഗിക്കുന്നേ മൈക്രോസ്കോപ്പ്? കുഞ്ഞു സാധനങ്ങളെ വലുതായിട്ട് കാണാൻ. അതെ, ചെറിയ ഓബ്ജക്ട്സിനെ നമുക്ക് നേക്കഡ് ഐ കൊണ്ട് നമുക്ക് കാണാൻ പറ്റും, പക്ഷേ അതിലെ മൈന്യൂട്ട് ഫീച്ചേഴ്സിനെ നമുക്ക് കാണാൻ പറ്റത്തില്ല. അത് കാണാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യുന്നത്? ഒരു ലെൻസിന്റെ ഒരു സിസ്റ്റം ഉപയോഗിക്കും. ഓക്കെ, ഒരു ലൈറ്റ് ഉപയോഗിക്കും. അതല്ലേ മൈക്രോസ്കോപ്പ്. മൈക്രോസ്കോപ്പിൽ ആകെ ഉള്ളതെന്ന് വെച്ചാൽ ഒരു ലൈറ്റ് സെറ്റപ്പ് അല്ലെ ഒരു ഇല്യൂമിനേറ്റിംഗ് സെറ്റപ്പും ഒരു സെറ്റ് ഓഫ് ലെൻസും ആണ് അല്ലേ. ഇത് ഉപയോഗിച്ച് നമ്മൾ ഓബ്ജക്റ്റിനെ 4 ടൈംസ് 10 ടൈംസ് 20 ടൈംസ് ഈവൻ 1000 ടൈംസ് വരെ നമുക്ക് മാഗ്നിഫൈ ചെയ്യാനായിട്ട് മൈക്രോസ്കോപ്പ് സഹായിക്കുന്നു. ഓക്കെ, ഇപ്പോൾ നോർമലി ഒരു മൈക്രോസ്കോപ്പിനെ നമ്മൾ ഒപ്റ്റിക്കൽ മൈക്രോസ്കോപ്പ് എന്നാണ് വിളിക്കുന്നത്. ഒപ്റ്റിക്കൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ലൈറ്റ് ഉപയോഗിക്കുന്നുണ്ട്. ഒപ്റ്റിക്സ്, ലൈറ്റ് ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന ഒരു മൈക്രോസ്കോപ്പ്. ഓക്കെ, ആ മൈക്രോസ്കോപ്പാണ് നമ്മൾ കോമൺലി ഉപയോഗിക്കുന്നത്. നിങ്ങൾ ഓൾറെഡി ഇത് സെക്കൻഡ് ഇയറിൽ ചെയ്തിട്ടുള്ളതാണ്. സെക്കൻഡ് ഇയറിലല്ല, നിങ്ങളുടെ 3rd സെമിസ്റ്ററിൽ ചെയ്തിട്ടുള്ളതാണ്. ഇതിലാ നിങ്ങൾ മെറ്റീരിയൽ സയൻസ് ലാബിൽ നിങ്ങൾ ചെയ്തതെല്ലാം ഒപ്റ്റിക്കൽ മൈക്രോസ്കോപ്പ് ഉപയോഗിച്ചാണ് ചെക്ക് ചെയ്തത്. എന്താണ്? ഗ്രെയിൻ സ്ട്രക്ചർ ചെക്ക് ചെയ്തു, ഗ്രെയിൻ ബൗണ്ടറി ചെക്ക് ചെയ്തു അല്ലെ, മൈക്രോ സ്ട്രക്ചർ ചെക്ക് ചെയ്തു, ഓവറോൾ മൈക്രോ സ്ട്രക്ചർ ചെക്ക് ചെയ്തു. പിന്നെ നിങ്ങളോട് സാമ്പിൾ ഫയൽ ചെയ്തിരുന്ന സമയത്ത് ഒരു മിററിലേക്ക് ഫിനിഷ് കൊണ്ടുവരണമെന്ന് പറഞ്ഞു. അപ്പൊ അത് നിങ്ങൾ ചെക്ക് ചെയ്തു. അപ്പൊ ഇതെല്ലാം മൈക്രോസ്കോപ്പ് ഉപയോഗിച്ചാണ് ചെയ്തത്. അവിടെയുണ്ട് ഒരു ഒപ്റ്റിക്കൽ മൈക്രോസ്കോപ്പ്, അല്ലാതെ അവിടെ ഒരു ഡിജിറ്റൽ മൈക്രോസ്കോപ്പ് അവൈലബിൾ ആയിരുന്നു. ഡിജിറ്റൽ മൈക്രോസ്കോപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ മൈക്രോസ്കോപ്പിൽ നിന്ന് കിട്ടുന്ന ഡിജിറ്റൽ ഇമേജസ് ആണ്. ആ ഇമേജസ് നമ്മൾ കമ്പ്യൂട്ടറിൽ ഒരു സോഫ്റ്റ്വെയറിലൂടെ കാണുന്നുണ്ട്. ആ സോഫ്റ്റ്വെയറിൽ ഇമേജസിലെ ഗ്രെയിൻ ഡയമീറ്റർ മെഷർമെന്റോ അല്ലെങ്കിൽ ഗ്രെയിനിന്റെ ഫോട്ടോസ് എടുക്കാനോ സൂം ചെയ്യാനോ ഒക്കെ സഹായിക്കുന്ന ഒരു സോഫ്റ്റ്വെയറൂടെ അവൈലബിൾ ആണ്. അതെന്താണ്? അത് ഒപ്റ്റിക്കൽ ഡിജിറ്റൽ മൈക്രോസ്കോപ്പ് ആണ്. ഓക്കെ, ബേസിക്കലി മൈക്രോസ്കോപ്പ് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്? ലൈറ്റിന്റെ സഹായത്തോടെ, ലെൻസിന്റെ സഹായത്തോടെ നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന ഓബ്ജക്ട്സ് ആണ്, പക്ഷേ അതിലെ ഫീച്ചേഴ്സ് കാണാൻ പറ്റുന്നില്ല. അവയെ നമ്മൾ മാഗ്നിഫൈ ചെയ്ത് എൻലാർജ് ചെയ്ത് നമ്മളതിനെ കാണാറുണ്ട്. ഓക്കെ, അങ്ങനെയാണ് ഒരു ഒപ്റ്റിക്കൽ മൈക്രോസ്കോപ്പ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, സോ ഒരു ഒപ്റ്റിക്കൽ മൈക്രോസ്കോപ്പ് 1600 AD-യിലാണ് ഡെവലപ്പ് ചെയ്തത്. മേ ബി ഇന്നേക്ക് ഒരു 450 ഇയേഴ്സ് മുമ്പാണ് ഈ ഒപ്റ്റിക്കൽ മൈക്രോസ്കോപ്പ് ഡെവലപ്പ് ചെയ്തത്. അപ്പോൾ ഈ മൈക്രോസ്കോപ്പിന്റെ ബേസിക് പാർട്സ് എന്തൊക്കെയാണെന്ന് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ കാണിച്ചിരിക്കുന്നതാണ് അതിന്റെ ബേസിക് പാർട്സ്. ഓക്കെ, അതിലൊരു ഐ പീസ് ലെൻസ് ഉണ്ടായിരിക്കാം. എന്താ ഐ പീസ് ലെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഐ പീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ കണ്ണുകൊണ്ട് നോക്കുന്ന പാർട്ടിനെയാണ് ഐ പീസ് എന്ന് നമ്മൾ കോമൺലി പറയുന്നത്. സോ ഇതിന് ഈ ഒരു പാർട്ടിൽ അവിടെ അതിനൊരു ലെൻസ് ഉണ്ടായിരിക്കാം. പിന്നീട് ഒരു ട്യൂബുലാർ സ്ട്രക്ചർ ആണ് വരുന്നത്. ഓക്കെ, ട്യൂബുലാർ സ്ട്രക്ചർ ആണ് വരുന്നത്. ഈ ട്യൂബിനകത്ത് എന്താണ് അറേഞ്ച്മെന്റ് ചെയ്തിരിക്കുന്നത്? ഇതിനകത്തും ചെറിയ ലെൻസസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ചെറിയ ലെൻസസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കൂടാതെ ദർ ആർ 3 ലെൻസസ്, 1 2 3. ഇഷ്ടമുള്ള ലെൻസ് കോമ്പിനേഷൻ നമ്മൾ ചൂസ് ചെയ്യുന്നു. കാരണം എന്താ? ഈ കാണിച്ചിരിക്കുന്ന ഇതിനെ നമ്മൾ യൂഷ്വലി ടററ്റ് എന്ന് പറയും. ഓക്കെ, ടററ്റ് എന്ന് പറയും. ഈ ടററ്റിനെ നമ്മൾ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. റൊട്ടേറ്റ് ചെയ്ത് ഇപ്പോൾ 4x മാഗ്നിഫിക്കേഷനോ 10x മാഗ്നിഫിക്കേഷനോ 50x മാഗ്നിഫിക്കേഷനോ 1000x മാഗ്നിഫിക്കേഷനോ നമുക്ക് ചൂസ് ചെയ്യാം. അപ്പോൾ ഏത്
നോസ് പീസ് ആണോ നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, അതിനുള്ളിൽ ആവശ്യം പോലെ ലെൻസസ് മൗണ്ട് ചെയ്തിട്ടുണ്ട്, 2 or 3 ലെൻസസ് മൗണ്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, കൂടാതെ ഈ ട്യൂബിനകത്തും ലെൻസസ് ഉണ്ട്. സോ ടോട്ടൽ മാഗ്നിഫിക്കേഷൻ എത്ര ആണെന്നുള്ളത് നമുക്ക് ഇതിന്റെ ഓരോ ലെൻസസിനും എത്രമാത്രം മാഗ്നിഫിക്കേഷൻ വരുന്നോ അതിൽ നിന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. നിങ്ങൾ ഓബ്ജക്റ്റ് പ്ലേസ് ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ ഓബ്ജക്റ്റ് പ്ലേസ് ചെയ്യുന്ന ഇവിടെ ഒരു പ്ലാറ്റ്ഫോമിന് മുകളിലാണ് ഓബ്ജക്റ്റ് പ്ലേസ് ചെയ്യുന്നത്. അപ്പൊ നമുക്കറിയാം ഒരു പ്ലാറ്റ്ഫോമിന് മുകളിൽ ഒരു ഓബ്ജക്റ്റ് പ്ലേസ് ചെയ്യുവാണെങ്കിൽ ആ ഓബ്ജക്റ്റ് ഒരു ട്രാൻസ്പെയറന്റ് ഓബ്ജക്റ്റ് ആയിരിക്കണം. എസ്പെഷ്യലി നമുക്കറിയാം, നിങ്ങൾ ബയോളജി ഒക്കെ പഠിച്ചിരുന്ന സമയത്ത് +2 അവിടെ ഈ ലീഫിന്റെ ഒക്കെ അല്ലെങ്കിൽ ഓണിയൻ സെൽസ് ഒക്കെ നിങ്ങൾ മൈക്രോസ്കോപ്പിലൂടെ ഒബ്സർവ് ചെയ്ത് കാണും. എങ്ങനെയാ ചെയ്യുന്നത്? ഒരു സ്ലൈഡിലേക്ക് അത് വെക്കുന്നു, ആ സ്ലൈഡിന്റെ താഴെ കൂടെ ലൈറ്റ് മുകളിലേക്ക് വരുന്നുണ്ട് അല്ലേ? ആ സ്ലൈഡിന്റെ താഴെ കൂടെ ലൈറ്റ് മുകളിലേക്ക് വരുന്നുണ്ട്. ഈ ലൈറ്റിലാണ് ഇല്യൂമിനേറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പൊ ട്രാൻസ്പെയറന്റ് ഓബ്ജക്റ്റ് ആണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ അറേഞ്ച്മെന്റിൽ മൗണ്ട് ചെയ്യാം. ട്രാൻസ്പെയറന്റ് ഓബ്ജക്റ്റ് ആണെങ്കിൽ ഒരു ലൈറ്റ് എവിടുന്നാണ് വരുന്നത്? നമുക്ക് ലൈറ്റിനൊരു എന്താണ് ഇല്യൂമിനേറ്റിംഗ് ലൈറ്റ് സോഴ്സ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്നാണ് ലൈറ്റ് മുകളിലേക്ക് ഈ ഒരു ഹോളിലൂടെയാണ് വരുന്നത് അല്ലേ? എന്നിട്ട് നമ്മൾ ഓബ്ജക്റ്റ് പ്ലേസ് ചെയ്യുന്നത് ഈ ഒരു പ്ലാറ്റ്ഫോമിലാണ്. എന്നിട്ട് ആ ഓബ്ജക്റ്റിനെ വളരെ എന്താണ് ലൈറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ ഇല്യൂമിനേറ്റഡ് ആയിട്ട് നമുക്ക് കാണാം. എങ്ങനെ കാണാം? നമ്മൾ ഈ ഐ പീസിലൂടെ നോക്കുമ്പോൾ, ഇതിന്റെ മുകളിലത്തെ ഐ പീസിലൂടെ നോക്കുമ്പോഴും നമുക്കത് കാണാം. ഇതാണ് ഒരു ഒപ്റ്റിക്കൽ മൈക്രോസ്കോപ്പിന്റെ ബേസിക് സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് നമുക്ക് പഠിക്കാനുള്ളതാണ്. ഓക്കെ, യൂഷ്വലി ഒരു 1000x അപ്പുറം ഒന്നും മാഗ്നിഫിക്കേഷൻ പോസിബിൾ അല്ല. ഓക്കെ, 500x വരെയൊക്കെ കോമൺലി നമുക്ക് കാണാം പല മൈക്രോസ്കോപ്പിൽ. അതിന് മുകളിലുള്ളതൊന്നും നമുക്ക് കാണാൻ ഒക്കത്തില്ല. ഓക്കെ, മൈക്രോസ്കോപ്പിന് മാക്സിമം 1000x വരെ ഒക്കത്തുള്ളൂ. 1000x എന്ന് പറഞ്ഞാൽ എന്താണ്? 1000 ടൈംസ്. ഓക്കെ, 1000 ടൈംസ് മാഗ്നിഫിക്കേഷൻ. എന്നാൽ നമുക്കൊരു സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു 10,000x മാഗ്നിഫിക്കേഷൻ വരെ കിട്ടുന്നു. 10,000x മാഗ്നിഫിക്കേഷൻ. ഓക്കെ, അത് വെച്ച് നമുക്ക് എന്തൊക്കെ കാണാൻ പറ്റും? അത് വെച്ച് നമുക്ക് ബാക്ടീരിയ, വൈറസിനെയൊക്കെ കാണാൻ പറ്റും. ഓക്കെ, എന്നാൽ സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിന് കുറച്ചുകൂടി താഴെ പോകുന്ന അറ്റോമിക് ഫോഴ്സ് മൈക്രോസ്കോപ്പ്, അതിനൊരു 1,00,000 ടൈംസ് മാഗ്നിഫിക്കേഷൻ വരെ പോസിബിൾ ആണ്. അത് വെച്ച് നമുക്ക് ആറ്റംസിനെ കാണാം, മോളിക്യൂൾസിനെ കാണാം. അതായത് നാനോമീറ്റർ ലെവലിലുള്ള പാർട്ടിക്കിൾസിനെ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇപ്പൊ ബാക്ടീരിയ കാണണമെങ്കിൽ നമ്മൾ മൈക്രോസ്കോപ്പ് മതി. ഓക്കെ, എന്നാൽ ഒരു ആറ്റോമിക് ഫോഴ്സ് മൈക്രോസ്കോപ്പ് ഉണ്ടെങ്കിലേ ആറ്റംസിനെ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. ഓക്കെ, എസ്പെഷ്യലി നമ്മൾ ആറ്റംസിനെ കാണുന്നില്ല. അതിന്റെ പുറകിൽ വളരെയധികം ഫിസിക്സ് ഉണ്ട്. അതൊന്നും നമുക്കിപ്പോൾ പറയേണ്ട കാര്യമില്ല. കാരണം നമ്മൾ ഒപ്റ്റിക്കൽ മൈക്രോസ്കോപ്പ് മാത്രമാണ് നമുക്ക് സബ്ജക്ട് പോയിന്റ് ഓഫ് വ്യൂ പഠിക്കാനുള്ളത്. ഓക്കെ, സോ ദിസ് ഈസ് ദ ബേസിക് അറേഞ്ച്മെന്റ് ഫോർ എ മൈക്രോസ്കോപ്പ്. ഇതിൽ കാണാൻ പറ്റുന്ന എന്തെല്ലാമാണ്? മെക്കാനിക്കൽ പോയിന്റ് ഓഫ് വ്യൂവിൽ എന്തെല്ലാം കാണാൻ പറ്റും? ഗ്രെയിൻ സ്ട്രക്ചർ, ഗ്രെയിൻ ബൗണ്ടറി, ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് അല്ലേ? ട്രാൻസ്പെയറന്റ് ഓബ്ജക്റ്റിന്റെ സ്ട്രക്ചർ, ക്രിസ്റ്റൽസ്, ഇതൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇവിടെ ഓബ്ജക്റ്റ് ട്രാൻസ്പെയറന്റ് ആണെങ്കിൽ ഈ ഒരു അറേഞ്ച്മെന്റ് മതി. കാരണം ലൈറ്റ് താഴെ നിന്നാണ് വരുന്നത്. ഓബ്ജക്റ്റ് ട്രാൻസ്പെയറന്റ് ആണെങ്കിൽ ഈ ഒരു അറേഞ്ച്മെന്റ് മതി, ലൈറ്റ് താഴെ നിന്നാണ് വരുന്നത്. എന്നാൽ ഓബ്ജക്റ്റ് ട്രാൻസ്പെയറന്റ് അല്ലെങ്കിലോ ഈ താഴെ ലൈറ്റ് വെച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല. നമ്മൾ ഓബ്ജക്റ്റിനെ മറ്റൊരു ലൈറ്റ് സോഴ്സ് ഉപയോഗിച്ച് പ്രകാശിപ്പിക്കണം, ഇല്യൂമിനേറ്റ് ചെയ്യണം. റിഫ്ലക്റ്റഡ് ലൈറ്റ് വേണം നമുക്ക് ലെൻസിലൂടെ കടത്തിവിടാൻ. ആ റിഫ്ലക്റ്റഡ് ലൈറ്റിൽ നിന്ന് മാത്രമേ നമുക്ക് ഓബ്ജക്റ്റിനെ കാണാൻ ഒക്കൂ. എന്നാൽ ഈ അറേഞ്ച്മെന്റിൽ എങ്ങനെയാണോ? അല്ല, ട്രാൻസ്പെയറന്റ് ഓബ്ജക്ട്സ് ആണ്. ഇപ്പൊ തന്നെ ലീഫ് അല്ലെങ്കിൽ എന്താണ് ഓണിയന്റെ ഒരു ചെറിയ പീസ്, അതൊക്കെ ട്രാൻസ്പെയറന്റ് ഓബ്ജക്റ്റ് ആണ്. ലൈറ്റ് അതിലൂടെ ചെറുതായിട്ട് കടന്നു പോകും. അതുവഴി ആ ഓബ്ജക്റ്റിനെ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, മാഗ്നിഫൈഡ് ആയിട്ട് കാണാൻ പറ്റും. സോ ഇതാണ് ഒരു ഒപ്റ്റിക്കൽ മൈക്രോസ്കോപ്പിന്റെ ബേസിക് സ്ട്രക്ചർ. ഓക്കെ, സോ നിങ്ങളത് അറിഞ്ഞിരിക്കണം. എന്തൊക്കെയാണ് നമ്മൾ മൈക്രോ സ്ട്രക്ചർ കാണാൻ ഉപയോഗിക്കുന്നു, ഗ്രെയിൻ ബൗണ്ടറീസ് കാണാൻ ഉപയോഗിക്കുന്നു. പിന്നെ ചില പൗഡർ പാർട്ടിക്കിളിനെ ഇൻസ്പെക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ മൈക്രോസ്കോപ്പ് ഉപയോഗിക്കാം. പാർട്ടിക്കിളിന് സ്ഫെറിക്കൽ ഷേപ്പ് ആണോ, നീഡിൽ ലൈക്ക് ഷേപ്പ് ആണോ, പൗഡർ മെറ്റലർജിയിലൊക്കെ നമുക്ക് ഈ മൈക്രോസ്കോപ്പ് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഓക്കെ, സോ ഇതിന് നമുക്ക് അറിയാം ഇലക്ട്രോണിക് ഇൻഡസ്ട്രിയിൽ ആപ്ലിക്കേഷൻ ഉണ്ട്, മെറ്റീരിയൽ സയൻസിൽ ആപ്ലിക്കേഷൻ ഉണ്ട്, ബയോടെക്നോളജിയിൽ ആപ്ലിക്കേഷൻ ഉണ്ട്. നിങ്ങൾ ലാബിലൊക്കെ പോകുമ്പോൾ അവിടെ സാമ്പിൾസ് ചെക്ക് ചെയ്യാൻ വേണ്ടി അവർ മൈക്രോസ്കോപ്പ് ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, ഇതൊക്കെ നിങ്ങൾ കണ്ടിട്ടുള്ള വ്യൂസ് ആണ്. സിമെന്റിന്റെയോ അല്ലെങ്കിൽ എന്താണ് മൈക്രോ സ്ട്രക്ചർ നിങ്ങൾ കണ്ട കുട്ടികളായതുകൊണ്ട് നിങ്ങളോട് ഇതൊന്നും പറഞ്ഞു തരേണ്ട കാര്യമില്ല. മൈക്രോസ്കോപ്പ് നിങ്ങൾ ഒരു 4 മാസമെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കും. ഓക്കെ, സോ എന്താണ് ഒപ്റ്റിക്കൽ മൈക്രോസ്കോപ്പ്, അതിന്റെ
ലിമിറ്റേഷൻസ് എന്താണ്, അതിന്റെ അഡ്വാൻറ്റേജസ് എന്താണ് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. എന്താണ് ഇതിന്റെ ലിമിറ്റേഷൻസ് എന്ന്? ഒന്നാമത്തെ ലിമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ 1000x മാഗ്നിഫിക്കേഷനേ പോസിബിൾ ആവത്തുള്ളൂ. രണ്ടാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിസിബിൾ ലൈറ്റ് ആണ് ഇതിൽ ഉപയോഗിക്കുന്നത്. ശരിയല്ലേ? വിസിബിൾ ലൈറ്റ്. എന്താ വിസിബിൾ ലൈറ്റിന്റെ പ്രത്യേകത? വിസിബിൾ ലൈറ്റിന് ഒരു പർട്ടിക്കുലർ വേവ് ലെങ്ത് ഉണ്ട്. ഓക്കെ, അപ്പോൾ ആ വേവ് ലെങ്ത് അല്ലെങ്കിൽ അതിനടുത്ത് വേവ് ലെങ്ത് ഉള്ള പാർട്ടിക്കിൾസിനെ മാത്രമേ നമുക്ക് കാണാനൊക്കത്തുള്ളൂ. ഓക്കെ, ഈവൻ ലൈറ്റിന്റെ വേവ് ലെങ്ത് ഹാഫ് ടൈംസ് വേവ് ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 250 നാനോമീറ്റർ ആണ്. അപ്പൊ ഈ 250 നാനോമീറ്ററിന് താഴെയുള്ള ഓബ്ജക്ട്സിനെ നമുക്ക് കാണാൻ പറ്റത്തില്ല. കാരണം അവിടെ ഉപയോഗിക്കുന്ന ലൈറ്റിന്റെ വേവ് ലെങ്തുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഓബ്ജക്റ്റിന്റെ സൈസ് കമ്പയറബിൾ ആയിരിക്കണം. അല്ലെങ്കിൽ അതിനേക്കാൾ ചെറിയ ഓബ്ജക്ട്സ് ആണെങ്കിൽ നമുക്ക് വീണ്ടും കാണാനൊക്കത്തില്ല. അപ്പൊ ലൈറ്റിന്റെ വേവ് ലെങ്ത് എന്ന് പറയുന്നത് എത്രയാണ്? 500 നാനോമീറ്റർ. 500 നാനോമീറ്ററിനേക്കാൾ താഴെയുള്ള ഓബ്ജക്ട്സ് എത്രയോ ഓബ്ജക്ട്സ് ഉണ്ട്. വൈറസ്, ഇതിനെയൊന്നും നമുക്ക് ഇത് വെച്ച് കാണാനൊക്കത്തില്ല. ഒപ്റ്റിക്കൽ മൈക്രോസ്കോപ്പ് വെച്ച് കാണാനൊക്കത്തില്ല. കാരണം അവിടെ ഉപയോഗിക്കുന്നത് വിസിബിൾ ലൈറ്റ് ആണ്. അതൊരു ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ ആണ്, അല്ലേ? അതിനൊരു പർട്ടിക്കുലർ വേവ് ലെങ്ത് ഉണ്ട്. ഓക്കെ, അതിന്റെ വേവ് ലെങ്ത് 500 നാനോമീറ്റർ ആണ്. ഓക്കെ, പിന്നീട് പിന്നെ ഇത് എന്താണ്, എയറിലാണ് വർക്ക് ചെയ്യുന്നത്, അല്ലേ? നമുക്കറിയാം, നമ്മളൊരു റൂമിലാണ് മൈക്രോസ്കോപ്പ് വെച്ചിരിക്കുന്നത്. ആംബിയന്റ് കണ്ടീഷനുമായിട്ട് മാച്ചിങ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ പലപ്പോഴും നമ്മൾ മൈക്രോസ്കോപ്പിലൂടെ ഒരു ഓബ്ജക്റ്റിലേക്ക് നോക്കുന്ന സമയത്ത് അവിടെ ഡസ്റ്റ് പാർട്ടിക്കിളും മറ്റും വന്ന് അക്യുമുലേറ്റ് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. നമ്മൾ സ്പെസിമെന്റെ ക്ലാരിറ്റി അത് അഫക്റ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. ഓക്കെ, സോ ചില ഓബ്ജക്ട്സ്, ഇപ്പൊ ട്രാൻസ്പെയറന്റ് അല്ലാത്ത ഓബ്ജക്ട്സിനെ നമ്മൾ സാധാരണ മൈക്രോസ്കോപ്പ് ഉപയോഗിച്ച് ചെക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഷാഡോസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. കാരണം ലൈറ്റ് ഏതെങ്കിലും ഒരു ആംഗിളിൽ നിന്നായിരിക്കും പ്രൊജക്ട് ചെയ്യാനുള്ള സാധ്യത. ഓക്കെ, അല്ലെങ്കിൽ അവിടെ ഷാഡോസ് ഫോം ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. ഓക്കെ, കറക്റ്റ് ആയിട്ട് റിഫ്ലക്ട് ചെയ്ത് ലൈറ്റ് വരണമെന്നില്ല. ഇതൊക്കെ മൈക്രോസ്കോപ്പിന്റെ പ്രശ്നങ്ങളാണ്. ഓക്കെ, സോ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ക്ലിയർ ആണല്ലോ? ആണെന്ന് വിചാരിക്കുന്നു. സോ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത് സർഫസ് മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സ്, കമ്പാരിറ്റീവ് അല്ലെങ്കിൽ ക്വാളിറ്റേറ്റീവ് മെത്തേഡ്, 2 ഡയറക്റ്റ് മെഷർമെന്റ് അല്ലെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്, കൂടാതെ നമ്മൾ മാഗ്നിഫിക്കേഷന് വേണ്ടി മാഗ്നിഫൈഡ് വ്യൂസ് കിട്ടാൻ വേണ്ടി നമ്മൾ എന്തുകൊണ്ട് ഉപയോഗിക്കുന്നുണ്ട്? ഒപ്റ്റിക്കൽ മൈക്രോസ്കോപ്സ് ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, ഒപ്റ്റിക്കൽ മൈക്രോസ്കോപ്പ്. ഈവൻ സർഫസ് റഫ്നെസ് ചെക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് ഒപ്റ്റിക്കൽ മൈക്രോസ്കോപ്പ് ഉപയോഗിക്കാം, അല്ലേ? ചെറിയൊരു സാമ്പിളിനെ മൈക്രോസ്കോപ്പിന് അണ്ടറിൽ വെച്ച് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഇന്നത്തെ ക്ലാസ് നമ്മൾ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുവാണ്. നിങ്ങൾ ഈ പോർഷൻസ് ഒക്കെ ഒന്ന് നോക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, സോ നമുക്ക് ചാറ്റ് ബോക്സിലെ അറ്റൻഡൻസ് ഇപ്പൊ എൻ്റർ ചെയ്യാം. താങ്ക് യു. Thank you, sir. ഹലോ, പറഞ്ഞോളൂ, എന്താണ് പറയണോ? സാർ, സർഫസ് ഫിനിഷ് മെഷർ ചെയ്യുന്ന പാരാമീറ്റർ എന്തെങ്കിലും ഉണ്ടോ? അത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞില്ലേ, സർഫസ് റഫ്നെസ് മെഷർ ചെയ്യാനുള്ള പാരാമീറ്റേഴ്സ് RA, RQ, RT, റഫ്നെസ് മെഷറിംഗ് പാരാമീറ്റേഴ്സ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞില്ലേ. അപ്പൊ നമുക്ക് ഈ ഇൻസ്ട്രുമെന്റ്സിൽ നിന്ന് എപ്പോഴും കിട്ടുന്ന എന്തായിരിക്കും? ഗ്രാഫുകളായിരിക്കാം. ഈ ഗ്രാഫിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പല മെത്തേഡ്സ് ഉപയോഗിച്ച്, ഏതാ? റൂട്ട് മീൻ സ്ക്വയർ മെത്തേഡ്, സെൻട്രൽ ലൈൻ ആവറേജ് ഒക്കെ പറഞ്ഞില്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ? ആ മെത്തേഡ്സ് ഉപയോഗിച്ച് നമ്മൾ ഓരോ പോയിന്റിലെയും ഹൈറ്റ് ഒക്കെ എടുത്തിട്ട് അതിന്റെ ആ ഗ്രാഫിലെ ഓരോ പോയിന്റിലെയും വൈ ഇന്റർസെപ്റ്റ് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? പീക്സിലെ ഹൈറ്റ് എത്ര, അല്ലെ പീക്കിലെ ഏരിയ എത്ര, അതിനെ ബേസ് ചെയ്തിട്ട് ആ ഇക്വേഷൻസ് അപ്ലൈ ചെയ്യും. മനസ്സിലാവുന്നോ? സാർ, അതായത് ഇപ്പോൾ ഗ്രാഫിൽ വരുന്ന ഔട്ട്പുട്ട് എല്ലാം സ്റ്റാൻഡേർഡ് ആയിരിക്കുമല്ലോ? സ്റ്റാൻഡേർഡ് ആയിരിക്കും എന്ന് പറഞ്ഞാൽ ഒരു ഇൻസ്ട്രുമെന്റിൽ മെഷർ ചെയ്യുന്ന അതേ ഗ്രാഫിന്റെ എന്താ പാരാമീറ്റേഴ്സ് തന്നെയല്ലേ വേറൊരു ഇൻസ്ട്രുമെന്റ് വെച്ച് മെഷർ ചെയ്താലും കിട്ടുന്നത്? അത് ഡിപ്പെൻസ് അപ്പോൺ ഇൻസ്ട്രുമെന്റിന് എത്രമാത്രം സെൻസിറ്റിവിറ്റി ഉണ്ട്, അതിനനുസരിച്ച് വേരി ചെയ്യും. ഓക്കെ, നമുക്കത് പ്രെഡിക്റ്റ് ചെയ്യാനൊക്കത്തില്ല. ഇപ്പം വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ് ആണെങ്കിൽ അത്രയും നല്ല ഔട്ട്പുട്ട് തരും.